നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, അത്രയും കടുപ്പിക്കണോ? വേണം, ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യാം. ഭയങ്കര വിഷമം തോന്നിയതുകൊണ്ടാ അവള് ഫോണ് കട്ട് ചെയ്തത്. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പിന്നെ ഈ ജന്മം നിന്നോട് മിണ്ടില്ലായിരുന്നു. ഞാൻ അവളെ വിളിച്ചു നോക്കണോ? വേണ്ട, ഇത് ഞാൻ തന്നെ തീർക്കേണ്ട കേസാ. അവള് തിരിച്ചു വിളിക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോയി നേരിട്ട് കാണാം. അതാവും നല്ലത്. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അതെ, ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണ്. എന്തിനാ എന്നെ വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഇനി വിളിച്ച ഞാൻ പോലീസ് പരാതി കൊടുക്കും. ഭാഗ്യം, പാറു ഈ മെസ്സേജ് കേൾക്കാതിരുന്നത് നന്നായി. അവൾ എന്തോ രഹസ്യം മറയ്ക്കുന്നുണ്ട്. അത് ചോദിക്കാതിരിക്കാനാവോ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? പിടിക്ക്, എന്തെങ്കിലും ഐഡിയ കിട്ടൂടാ. പാറു, എനിക്കൊരു സംശയം. അവളോട് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് നേരെ, പക്ഷേ അതുകൊണ്ട് മാത്രമാണോ അവൾ ഈ അകൽച്ച കാണിക്കുന്നത്? വേറെ എന്ത് കാരണം അതിനുള്ളത്? അവൾ മറയ്ക്കുന്ന രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാനെന്ന് അവക്കറിയാം. പലവട്ടം ഞാൻ അവളോട് ചോദിച്ചിട്ടുമുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാവില്ലേ അവൾ എന്നിൽ നിന്നും അകലുന്നത്? അതൊരു സാധ്യതയാ. ആ, അവളെ പോലൊരു കുട്ടി അങ്ങനെയും ചിന്തിച്ചേക്കാം. ആലോചിക്കുമ്പോ അതാണ് കാര്യമെന്ന് എനിക്ക് തോന്നുന്നു പാറു. അല്ല, നിധി മറയ്ക്കുന്നത് എന്താണെന്ന് നിനക്ക് ശിവാനിയോട് ചോദിച്ചൂടെ? ആ, അവൾക്കറിയാമെങ്കിൽ അവള് പറയും മോനെ. കാരണം നിധിയെപ്പോലെ ഇമോഷണൽ സ്ട്രെങ്ത് അവൾക്കില്ല. ആ, നീ സ്നേഹത്തോട് ചോദിച്ച് അവള് തുറന്നു പറയും. ആ, ശരിയാ. ഞാൻ ശിവാനി ഇന്ന് തന്നെ വിളിക്കാൻ പാറു. വിളിച്ചാ പോരാ, നീ നേരിട്ട് കാണണം. നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം. ശരി പാറു. ഒറ്റയ്ക്ക് സെൽഫി എടുത്തത് മതി, ഇനി ഗൗതമിന്റെ കൂടെയുള്ള ഫോട്ടോസ് എടുക്കാം. ഹായ് ശിവാനി, ഒന്നും ഓർഡർ ചെയ്തില്ലേ? ഇല്ല, ഞാൻ ഗൗതം വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ആഹാ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് നമുക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കണമല്ലോ, അതേക്കുറിച്ചൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചു. ഓ യെസ്, നമുക്ക് സംസാരിക്കാം. ആ ആ ആ പാറു, ഞാൻ ശിവാനിയുടെ കൂടെയാ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാൽ മതിയോ? ആ, ഈ കൂടിക്കാഴ്ചയും ആന്റി പറഞ്ഞിട്ടാവൂല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഹാ, കൊറേയൊക്കെ ഞാനും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടേ. അല്ല ഗൗതം, കല്യാണം കഴിഞ്ഞ് എവിടെയൊക്കെ പോകാനാ നമ്മൾ പ്ലാൻ ചെയ്യുന്നേ? ആ, അത് ഒരു വേൾഡ് ടൂർ എന്റെ സ്വപ്നമാണ്. എല്ലായിടത്തും പോകാൻ പറ്റിയില്ലെങ്കിലും 7 വണ്ടേഴ്സ് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എങ്കിൽ നമുക്ക് ആദ്യം വെനീസിൽ പോവാം. ഹണിമൂണ് തുടങ്ങാൻ പറ്റിയ സ്ഥലം. എനിക്ക് തോന്നുന്നത് അതിലും ബെസ്റ്റ് സ്വിറ്റ്സർലാൻഡ് ആണെന്നാ. നമുക്ക് എല്ലായിടത്തും പോവാം ഗൗതം. ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി സെൽഫി എടുക്കണം. ഇന്തോനേഷ്യയിലും തായ്ലാന്റിലും പാരീസിലും ഒക്കെ കറങ്ങണം. പിന്നെ മൗറീഷ്യസിലെ ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും അടിച്ചു പൊളിക്കണം. ഇതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം. വാവ്, നൈസ്. നമ്മുടെ ഇഷ്ടങ്ങൾ പോലും ഒരുപോലെയാ. പക്ഷേ ഇപ്പൊ 3 പ്രോജക്റ്റുകൾ ഒരുമിച്ച് തുടങ്ങുന്നത്. അതിനിടയിൽ യാത്ര അത് നടക്കില്ല. എന്നാലും കല്യാണം കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഉറപ്പായിട്ട് പോണം.
അതെവിടെയാ? 7 വണ്ടേഴ്സിൽ എവിടെയെങ്കിലും ആണോ? അല്ല, പരദേവതയെ തൊഴാൻ നാട്ടിലേക്ക് പോണം. അയ്യേ. ഭയങ്കര ശക്തിയുള്ള ദേവിയാണെന്ന് പാറു ഇടയ്ക്കിടയ്ക്ക് പറയും. ആ, കല്യാണം കഴിഞ്ഞ് ആദ്യം അവിടെ പോണം. അത് കഴിഞ്ഞിട്ട് വേണം എന്റെ പ്രോജക്റ്റിലേക്ക് കടക്കാൻ. ഇയാള് കല്യാണം കഴിക്കുന്നത് ഹണിമൂണിനോ അതോ എന്നെ കൊണ്ട് പൊങ്കാല ഇടിക്കാനോ? ഈശ്വര, എന്റെ സ്വപ്നങ്ങളൊക്കെ തേഞ്ഞോ? വേറൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. ആ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു കുഞ്ഞു വേണം. ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടായാലേ നമ്മുടെ നല്ല പ്രായത്തിൽ തന്നെ അവന്റെ അല്ലെങ്കിൽ അവളുടെ വിവാഹം വരെ കഴിയും. അതോടെ നമ്മൾ സെറ്റിലാവും. ബിസിനസ് പോലെ തന്നെ ജീവിതവും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? ഇതൊക്കെ പാറുവിന്റെ ഐഡിയ ആണ്. എങ്ങനെയുണ്ട്? ഓഹോ, വളരെ മനോഹരമായിട്ടുള്ള ഐഡിയ ആണ്. ആ, വിവാഹം കഴിഞ്ഞ് ഗൗതമന്റെ കാശുകൊണ്ട് സിനിമ എടുത്ത് വലിയ സ്റ്റാർ ആകണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ ഇവനെ കിട്ടിയ ഇവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു മെഷീനായി മാറും ഞാൻ. കൂട്ടത്തിൽ ഒന്നിന് പര 2 അമ്മയ്യമ്മമാരും. ആലോചിക്കാൻ പോലും വയ്യ. ഹലോ, താനെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഗൗതമേ, ജീവിതം എത്ര നന്നായിട്ടാ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുകയാണെന്ന് ആലോചിച്ചിട്ടേ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് തന്റെ ഒരു സഹായം വേണം. എന്താ ഗൗതം? തനിക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും നിധി എന്നോട് താൻ അവളുടെ കസിൻ ആണെന്ന് പറഞ്ഞില്ല. എന്താ അതിന് കാരണം? അതെനിക്ക് കണ്ടുപിടിക്കണം. തനിക്കെന്നെ സഹായിക്കാൻ പറ്റൂ? ഞാൻ ശ്രമിക്കാം ഗൗതം. പക്ഷേ അവള് മഹാ കള്ളിയാ, അങ്ങനൊന്നും വിട്ടു പറയില്ല. നിധിയുടെ കാര്യം ഞാൻ ഏറ്റു. ഗൗതമിന് വേറെ എന്താ എന്നോട് പറയാനുള്ള? വേറെ കമ്പനിയുടെ ടേൺ ഓവർ ഓരോ വർഷവും കൂട്ടുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അതിന് താൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓ, ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. ആ, താങ്ക്സ്. അപ്പല കഴിക്കാൻ എന്തെങ്കിലും പറഞ്ഞാലോ? വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. അതെന്താ? അല്ല, എന്റെ മനസ്സ് നിറഞ്ഞപ്പോ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞതാ. ഓ ഷൂ. യെസ് മിസ്റ്റർ മൂർത്തി, ഐ എം ഓൺ ദ വേ. ഞാൻ ഉടനെ എത്തും. താൻ എന്തെങ്കിലും കഴിച്ചിട്ട് ബില്ല് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ വീട്ടിലെത്തിക്കാനുള്ള കാർ ഇവിടെ എത്തും. ഓഹോ, അതൊന്നും വേണ്ട ഗൗതം, ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ചു പൊയ്ക്കോളാം. Then okay. See you. ഒരു മോനും 2 തള്ളമാരും ബിസിനസ് ടേൺ ഓവറും. എനിക്കിതൊന്നും സെറ്റാവും തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യും? കുറച്ചുകൂടി ഇടട്ടെ ഗോപിയേട്ടന്? മതി മതി. കൈയഴുകി പോയി കിടന്നോണം. ഗൗതം, ഗൗതം, ദേ എല്ലാരും ഇതൊന്ന് കണ്ടേ. വരാനിരിക്കുന്ന മരുമോടെ തനി കോലം എല്ലാവർക്കും കാണാം. എവിടെ നോടെ? ദാ എല്ലാവരും കാണും.